ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ 7th ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറാണ്. കുറേ ദിവസം ഞാൻ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഗെറ്റ് ടുഗദർ പരിപാടി കാണാം. GVPS മുകിലാൽപുത്തൂർ സ്കൂളിലാണ്. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരം അനുരാഗസുന്ദരം അതിലോല ഗോപുരം ജീവിതാമൃതം ഈ കലാലയം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൊല്ലത്തു നിന്ന് വന്ന ജോസ് മാഷും കോഴിക്കോട് നിന്ന് വന്ന ബീന ടീച്ചറും ശാന്തകുമാർ ടീച്ചറും എല്ലാവരും കൂട്ടുകാരും പോയിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തത് രജിസ്ട്രേഷനാണ്. നമ്മുടെ മുൻ HM ആയിരുന്ന രാമശെട്ടി സാറ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ആ പേരും ഫോൺ നമ്പറും സൈൻ ഇൻ ചെയ്തിട്ട് നമ്മളിവിടെ വരുന്നവരെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരെല്ലാം വന്ന് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പ്രധാന പരിപാടി ഇതാ ഒരുങ്ങുന്നുണ്ട്. നമ്മളിത് സ്കൂളിൽ നിന്ന് നമ്മുടെ ബാച്ചിൻ്റെ വക കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇതാ വേദിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്കൊരു പ്രയർ സോങ്ങോട് കൂടിയിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ശരണം നീയെന്നും ദുരിതങ്ങൾ കൂട്ടാടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദീനായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാദി കൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്കാനിൻ തീർനാമങ്ങൾ പാടി. വളരെ സന്തോഷകരമായ വേളയിലാണ് നാം പോയിട്ടുള്ളത്. കാരണം ഇന്ത്യയുടെ നടക്കാൻ പോകുന്നത് 1995 2002 ബാച്ചിലെ കുട്ടികളുടെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മളെ വീണ്ടും കൂട്ടിച്ചേർക്കുക എന്നത് വളരെ മഹത്തായ കാര്യം തന്നെയാണ്. ഇതിനു മുൻകൈയെടുത്ത നമ്മുടെ കൂട്ടുകാർ വിജയ്, സമീർ, സുജിത് എല്ലാവരെയും ഈ വേളയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയ സഹപാഠി നൗഷാദിനെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് HM ശ്രീ SN രാമശെട്ടി അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏഴാം തരത്തിലെ ക്ലാസ് ടീച്ചറും നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകനാണ് ജോസ് മാഷ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളൊക്കെ പഠിച്ചു സ്നേഹവും അറിവും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് അവയൊന്നും പാഴായിട്ടില്ല. വളരെ തിരക്കിലായിരുന്നു ടീച്ചർ. എന്നാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ദിവസം നമ്മളോട് ചിലവഴിക്കാനുള്ള നമ്മുടെ ബീന ടീച്ചറെ ഏറെ വിനയത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തമായിരുന്ന പ്രിയപ്പെട്ട രാമചന്ദ്രൻ മാഷിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന സരോജിനി ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്കൂളിന്റെ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് രമേശ് അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മദർ PTA പ്രസിഡന്റ് രേഖ അവരെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന ശിവ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് ഇന്റർവെല്ലായി കാത്തു നിൽക്കും ബെല്ലടിക്കും ഓടിപ്പോകുന്നത് തിമപ്പോടെ കടയിലേക്കാണ്. മറക്കാൻ പറ്റാത്ത വ്യക്തിത്വം സ്നേഹത്തോടെ തിമപ്പോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ വികസനങ്ങളും ചെയ്തു തന്ന പ്രോഗ്രാമിലേക്ക് ചേരാൻ പറ്റാത്ത പ്രവാസികളായ കൂട്ടുകാരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ വിട്ടുപോയ എച്ച് മാഷിനെയും നമുക്ക് 7 വർഷം കഴിഞ്ഞ് തന്ന നമ്മുടെ രാജമാ ശാരമ്മ അടുത്ത മറ്റൊരു കളിയായിരുന്നു നാരായണന്റെ അദ്ദേഹത്തെ ഈ ദിവസത്തിൽ സ്മരിക്കുന്നു. ടീച്ചർമാർ എൻ്റെ പ്രിയ കൂട്ടുകാരെയും കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി മിസ്റ്റർ നംസാദിനെ ക്ഷണിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി. ഞങ്ങളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നീണ്ട 22 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വാട്സപ്പോ ഫേസ്ബുക്കോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലെ സൗഹൃദമാണ് നമ്മളിവിടെ പുതുക്കുന്നത്. അതിനുവേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടാക്കി ഒരുമിച്ച് കൂടുവാൻ ആശയം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപാഠികളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതോടൊപ്പം ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും PTA ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലഘട്ടം അത് കലാലയ ജീവിതത്തിലെ കാലഘട്ടമാണ്. ആ ഓർമ്മകൾ നമ്മൾ ഇവിടെ അയവിറക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വരാൻ ഏറെ മടിയുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് 2 വയസ്സുള്ള മകനുണ്ട്. അവൻ സ്കൂളിൽ കൊണ്ടുവരുന്നതും ഞാനാണ്. അവൻ സ്കൂളിൽ പോയി കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുകയും അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം നല്ല രീതിയിൽ സ്കൂൾ പഠനകാലം എൻജോയ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന തോന്നൽ എനിക്ക് വരാറുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഈ ദിവസം നമ്മൾ ഇവിടെ വളരെ ചെറുപ്പമായിരിക്കുകയാണ്. എല്ലാവരെയും പരസ്പരം കാണുവാനും ഒരുമിച്ച് കൂടുവാനും പറ്റിയതിൽ ഏറെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ച എന്നും നിലനിൽക്കട്ടെ, ഈ സൗഹൃദം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അധികമായി സമയം ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി ഈ സന്തോഷ നിമിഷത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ശ്രീ മുൻ HM രാമശെട്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ಸಭಾ ವೇದಿಕೆಯಲ್ಲಿರುವವರಿಗೂ ಸಭಿಕರಿಗೂ ಎಲ್ಲರಿಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಸಭಾ ವೇದಿಕೆಯಲ್ಲಿರುವ
ನಮ್ಮ ಸಹೋದರ ಸಹೋದರಿ ವರ್ಗದವರು, ಸಭಿಕರಿಗೆ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ನನ್ನ ಆತ್ಮೀಯ ನಮಸ್ಕಾರಗಳು. ನಮ್ಮ ಈ ಶಾಲೆಯಲ್ಲಿ ಇದು 2ನೇ ಸಂದರ್ಭ. ಇದಕ್ಕಿಂತ ಮೊದಲು ಬಹಳ ಗಂಭೀರವಾಗಿ ಒಂದು ಈ ಶಾಲಾ ದಿನವನ್ನು ನಾವು ಸ್ಮರಿಸಿದ್ದೀವಿ. ಈಗ ಇದು 2ನೇ. ಇನ್ನು ನಮ್ಮ ಈ ಶಾಲೆ ಮೊಗ್ರಾಳ್ ಪುತ್ತೂರು ಪಂಚಾಯತಿನಲ್ಲಿರುವ ಹೆಸರಿರುವ ಶಾಲೆ GUPS ಮೊಗ್ರಾಳ್ ಪುತ್ತೂರು. ಇದು 1926ರಲ್ಲಿ ಪ್ರಾರಂಭವಾದದ್ದು. ಇನ್ನು 3ನೇ ವರ್ಷಕ್ಕೆ ಒಂದೆರಡು ವರ್ಷಗಳೇ ಇರುವುದು. ಆ ಶತಮಾನ ಉತ್ಸವವನ್ನು ನಾವು ಬಹಳ ಗಂಭೀರವಾಗಿ ನಾವು ಊರವರು ಎಲ್ಲರೂ ಕೂಡಿ ಆಚರಿಸುವಂಥ ಒಂದು ದೊಡ್ಡ ಉತ್ಸವ. ಶಾಲೆಗೆ 100 ವರ್ಷ ಆಯಿತು ಅಂತೇಳಿ ನಮ್ಮ ಈ ವಠಾರದಲ್ಲಿ ಎಲ್ಲ ತಿಳಿಯಪಡಿಸಿ ನಾವೆಲ್ಲರದನ್ನು ಒಂದು ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಆಚರಿಸಬೇಕು. ಇದು 1995 2002ರ ಆ ಬ್ಯಾಚ್ ಆಚರಿಸುವಂಥ, ಅವರು ಅವರ ಒಟ್ಟಿಗೆ ಕೂಡಿ ಇತರರು ಆಚರಿಸುವಂಥ ಒಂದು ಸಮಾರಂಭ, ಬಹಳ ಒಳ್ಳೆಯ ಸಮಾರಂಭ. ಈ ಸಮಾರಂಭ, ಈ ಶಾಲೆ ಮತ್ತು ನಮಗೆ ಇರುವ ಸಂಬಂಧ ಅಂದರೆ, ನಾನು ಇದೇ ಶಾಲೆಯಲ್ಲಿ 1956ರಿಂದ 1961ರವರೆಗೆ 1ರಿಂದ 5ನೇ ಕ್ಲಾಸ್ ಕಲಿತ ಶಾಲೆ ನಮ್ಮದು. ನಿಮಗೆ ಈ ಶಾಲೆ ಹೇಗೆ ಸಂಬಂಧವೋ ಅದೇ ರೀತಿ ನನಗೂ ಕೂಡ ಹೆಡ್ ಮಾಸ್ಟರ್ ಆಗಿರ್ತಾರಾದರೂ ಕೂಡ ನನಗೆ ಇಲ್ಲಿಯ ಒಬ್ಬ ಹಳೆ ವಿದ್ಯಾರ್ಥಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ತುಂಬ ಹೆಮ್ಮೆ ಆಗ್ತದೆ. ಅಲ್ಲದೆ ಅಧ್ಯಾಪಕನಾಗಿ ಈ ಶಾಲೆಗೆ ಬರುವುದು ಬೇಡ ಅಂತಲೇ ನನಗಿತ್ತು. ನಾನು ಕಲಿತ ಶಾಲೆಯಲ್ಲಿ ಬೇಡ ಅಂತ ಏನೋ ಒಂದು ಇದರಲ್ಲಿ ಹೆಡ್ ಮಾಸ್ಟರ್ ಆಗಿ ಇಲ್ಲಿ ಬಂದು 1985ರಿಂದ 1998ರವರೆಗೆ 13 ವರ್ಷ ಹೆಡ್ ಮಾಸ್ಟರ್ ಆಗಿದ್ದ ಶಾಲೆ. ಆಗಲೂ ಎಲ್ಲಿ ಯಾರು ಸಿಕ್ಕಿದರೂ ಕೂಡ ಇದರ ವಿಷಯವಾಗಿ ನಮ್ಮ ಶಾಲೆ ಹೇಗುಂಟು, ಹೇಗೆ ಫಂಕ್ಷನ್ ಆಗ್ತದೆ ಅಂತ ಕೇಳಿ ತಿಳಿಯುವಂಥ ಒಂದು ಇರಾದೆ ಉಂಟು. ಇವತ್ತು ಕೂಡಿದ ಇದು ಇದಕ್ಕಿಂತಲೂ ಕ್ಲಿಯರ್ ಆಗಿ ನಮ್ಮ ಮಾಸ್ಟರ್ಗಳು, ಇಲ್ಲಿಯ ಮೊದಲು ಕಲಿತ ಅಧ್ಯಾಪಿಕೆಯವರು ಮಾತನಾಡಲಿದ್ದಾರೆ, ಅದು ಮಲಯಾಳಂನಲ್ಲಿ. ಹಾಗಾಗಿ ನಿಮ್ಮ ಈ ಸಭೆಯನ್ನು ಔಪಚಾರಿಕವಾಗಿ ಉದ್ಘಾಟನೆ ಮಾಡಿದ್ದೇನೆಂದು ಹೇಳಿಕೊಂಡು ನನ್ನ ಈ ಒಂದು ಮಾತನ್ನು ನಿಮ್ಮೆಲ್ಲರ ಒಪ್ಪಿಗೆ ಮೇರೆಗೆ ನಿಲ್ಲಿಸ್ತೇನೆ. ಜೈ. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ട ഗുരുനാഥൻ ജോസ് മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുറച്ച് മൈക്കുമ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, ഏറ്റവും സന്തോഷമായ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമീർ, ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട നൗഷാദ്, രാവിലെ നൗഷാദിനെ കണ്ടു, പരിചയം പുതുക്കി സ്നേഹ സംഭാഷണങ്ങൾ നടത്തി. ഈ മീറ്റിംഗിന് സ്വാഗതം ആശംസിച്ച ബിന്ദു, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത എന്നെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിച്ച എൻ്റെ പ്രിയങ്കരനായ HM SN രാമശെട്ടി എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. പ്രിയങ്കരനായ രാമചന്ദ്രൻ മാഷ്, ശാന്തകുമാരി ടീച്ചർ, BN ടീച്ചർ, രത്നപ്രഭ ടീച്ചർ, സരോജ ടീച്ചർ, ഈ സ്കൂളിലെ അധ്യാപിക ഷീബ ടീച്ചർ, പ്രിയ സഹോദരൻ തിമ്മപ്പൂ, MPTA പ്രസിഡന്റ്, ചെറിയ കുഞ്ഞുങ്ങളായി വന്നിട്ടുള്ള
കൂട്ടുകാരുടെ മക്കൾ എല്ലാവർക്കും ആദ്യമായി എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് സ്നേഹം എന്നത് ഇല്ലാത്ത ഒരു കാലമാണ്. നമ്മൾ വെള്ളം തയ്ച്ച ശവക്കല്ലറകളെ എന്നൊക്കെ പറയുന്നത് പോലെ പുറമേ കാണുമ്പോൾ ഒരു കൈയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിക്കും. യഥാർത്ഥമായ സ്നേഹം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. എന്റെ വീടിന് തൊട്ട് അടുത്ത് ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് നിങ്ങളെല്ലാവരും ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടതായ വാർത്ത. ഒരു കുഞ്ഞിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയ വാർത്ത എന്റെ വീടിന് 3 കിലോമീറ്റർ അടുത്ത് നടന്നിട്ടുള്ള ഒരു സംഭവം. ആ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തയാണ്. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ, ഒരു 10 ലക്ഷത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ അവർ കുടുംബമായി കണ്ടെത്തിയത് ഒരു പിഞ്ചു കുഞ്ഞിനെ തട്ടിയെടുത്ത് വിലപേശുക എന്നതാണ്. തീർത്തും മനുഷ്യത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. സത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെയും ജഗത്തൊക്കെ നന്നായി പരന്നിട്ട് പണ്ടേ ഇരിപ്പുണ്ടു നേരെന്ന പേരായ വസ്തു ക്രമത്താലതിപ്പോൾ ചുരുങ്ങി ചുരുങ്ങി പണത്തോളമേ ഉള്ളൂ എന്നായിരുന്നു. ഈ ഭൂമിയിൽ മുഴുവനും ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ, ഈ മനുഷ്യരൊക്കെ ഉണ്ടായ കാലം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് സത്യം എന്ന് പറയുന്നത്. അത് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഈ സത്യം എന്ന് പറയുന്നത് എന്തായി വരികയാണ്? അത് ചുരുങ്ങി 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 ഇപ്പോൾ പണത്തോളമേ ഉള്ളൂ. ഏത് സത്യവും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സത്യമില്ല, സ്നേഹമില്ല, ഒന്നുമില്ലാത്ത ഈ കാലഘട്ടത്തില് നമുക്ക് ഇതൊക്കെ നിലനിർത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗം. ഇത് എന്റെ 2ാമത്തെ അനുഭവമാണ്. ഈ വർഷം തന്നെ 2020 ഓഗസ്റ്റ് മാസത്തിൽ 99,000 7ാം ക്ലാസ്സിലെ ബാച്ചിലെ കുട്ടികൾ ഇതുപോലെ ഒരു മീറ്റ് പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തി. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണിത്. ഈ സൗഹൃദം നിലനിർത്താൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് കണക്കാക്കുന്ന ഒരാളാണ്. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, കുട്ടികൾക്കൊന്നും ഇന്നത്തെ കുട്ടികൾ ഒരുപക്ഷെ കുറെ നാളുകൾ കഴിയുമ്പോൾ ഇതുപോലെയുള്ള സൗഹൃദം നിലനിർത്തണമെന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ സ്കൂളിലേക്ക് വരുന്നു, ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ, ഒരു കാറിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ കയറ്റി ഇങ്ങോട്ട് വിടും. അത് നേരെ സ്കൂളിലേക്ക് വരുന്നു. അവർ പുറത്ത് ആരെയും കാണുന്നില്ല. നിങ്ങൾ തിമ്മക്കോട്ടിന്റെ കടയിലേക്ക് ഓടിപ്പോകുന്നു പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പറയുമ്പോൾ തന്നെ ആ പുറത്ത് പോയി ഒരു സാധനം മേടിക്കരുതെന്നാ പറഞ്ഞ കാര്യം. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഒരു മിഠായി തന്നാൽ മേടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊക്കെ പഠിച്ച കാലത്ത് അത് വാങ്ങാമായിരുന്നു. അതാണ് അല്ലേ? നിങ്ങൾ തന്നെ ഒരു മിഠായി കൊണ്ടുവന്ന് ചിലവും കുറിച്ച് എത്ര പേരായിരിക്കും അങ്ങോട്ട് നിങ്ങൾ ഓർത്ത് നോക്കിക്കുകയും നിങ്ങളുടെ ആ സമയത്ത് ഇല്ലേ, എപ്പോഴും നമുക്ക് സ്വന്തമായി വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ആവശ്യത്തിന് എത്ര കഷ്ടപ്പെട്ടാലും പൈസ കൊടുത്തു വിടുന്ന ഒരു കാലം. പൈസ ഇല്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ സാധനം പൈസ ഇല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാധനങ്ങൾ പല ബോക്സുകളിലായിട്ട് കൊടുത്തു വിടുന്ന ഒരു കാലമാണ്. പക്ഷേ ഇവർ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള സൗഹൃദം നിലനിർത്താൻ ഒരുപക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല. എന്റെ അതേ കുട്ടിക്കാലം ഇതിനേക്കാൾ വളരെ സന്തോഷകരമായി. അന്ന് യാതൊരു ഇങ്ങനെയുള്ള ഫോൺ ആയിട്ട് ആളുകൾ ബന്ധപ്പെടാനും ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും അങ്ങനെയുള്ള സഹപാഠികളെ കാണുമ്പോഴുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 വർഷമല്ല, ചിലർക്ക് 7, 5, 6, 7, മറ്റു ചിലർക്ക് 1ാം ക്ലാസ് മുതൽ തന്നെ 7 വർഷം ഇവിടെ പഠിക്കുവാൻ അവസരം കിട്ടി. ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ആ വിദ്യാലയത്തിന്റെ അതിന്റെ മേന്മ പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മുടെ നാടിന്റെ സമ്പത്താണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഭാഷ പറഞ്ഞതുപോലെ 100ാം വാർഷികം ആഘോഷിക്കാൻ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ഞാനൊക്കെ ഇവിടെ ഈ വരുന്ന സമയത്ത് 104 കുട്ടികളെ കൊണ്ട് 5ാം ക്ലാസ്സിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ക്ലാസ്സിൽ 104 കുട്ടികൾ. കാര്യം ഇരിക്കാൻ ബെഞ്ചില്ല. 2 കല്ല് പറക്കി വെച്ചിട്ട് ഒരു ഇത് എടുത്തിട്ട് അതിലിരുന്ന കാലങ്ങളുണ്ട്. ബെഞ്ചില്ല, ശരിക്കും ഞെരുങ്ങിയിരുന്നു. അപ്പോഴത്തെ ഓഫീസിൽ ഒരു ക്ലാസ് കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് പല വിധത്തിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവിദ്യാലയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഇപ്പോഴുള്ള ഹെഡ്മാസ്റ്റർ മാത്രമല്ല, PTA മാത്രമല്ല, ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സ്വത്താണ്. ഇത് സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്.
ഏതെല്ലാം തരത്തിൽ ചുമതല നമുക്ക് നമ്മുടെ മക്കളെ ഇവിടത്തേക്ക് അയക്കാം. അപ്പൊ മക്കളെ പലപ്പോഴും നമ്മൾ അയക്കാത്തതിന്റെ കാരണം ഇവിടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നൽ നമുക്കുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ വിടുന്നില്ല. അപ്പോൾ ഇത് ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിന് ഉള്ളതായ സംവിധാനങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള പൊതുവിദ്യാലയങ്ങൾ പഠിക്കുമ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും സൗഹൃദം പങ്കിടുവാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചെയ്തത് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്. നിങ്ങളുടെ പഴയ സൗഹൃദത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഇങ്ങനെയുള്ള മീറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇത് നാൾക്കുനാൾ ഇത് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വരട്ടെ. ഇങ്ങനെ എല്ലാ കുട്ടികളും അവരുടെ സൗഹൃദത്തെ നിലനിർത്തി പോരുമ്പോൾ നമ്മുടെ നാട് വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് മാറും. നമ്മളുടെ ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടികൾക്കും അവർ പരസ്പരം സ്നേഹിക്കാനും കരുതുവാനും ഒക്കെ ഉള്ളതായ ഒരു മനസ്സ് അവർക്കുണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ പറയുന്നത് പെറ്റമ്മയും പിറന്നാണ് സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ കൂട്ടി നമ്മൾ പഠിച്ച സ്കൂളും അതുപോലെ വലുതാണ്. ആ സ്കൂളിനെ നമ്മൾ ആ രീതിയിൽ കാണണം. ആ സ്കൂളിന്റെ എല്ലാ പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. കഴിയുന്നിടത്തോളം നമ്മുടെ മക്കളെ ഇവിടെ തന്നെ ചേർത്ത് പഠിപ്പിക്കുക. നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഇവിടെ എന്തെങ്കിലും കുറവുണ്ട്, അല്ല പഠനത്തിന് കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് PTA-ക്കാരും അതുപോലെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകളും ചേർന്ന് അതിനെ ഏറ്റവും കരുത്തുള്ള, അതായത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനേക്കാൾ നല്ല ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ എണ്ണപ്പെട്ട സ്കൂളുകൾ, ധാരാളം സ്കൂളുകൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ സ്കൂളിനെ നിങ്ങൾ നിലനിർത്തണം. ഈ സൗഹൃദം എന്നേക്കുമായി നിങ്ങൾ നിലനിർത്തണം. എന്നെ ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ശില്പ പല പ്രാവശ്യം ശില്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനിയുടെ അല്പം അസ്വസ്ഥയാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. വരാൻ പറ്റുമോ എന്ന് പോകുന്നില്ല എന്നുള്ള മനസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരുടെ എല്ലാ നിർബന്ധം കൊണ്ടും നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് ദീർഘയാത്ര ചെയ്ത് വരണമല്ലോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് സഹിച്ചും നിങ്ങളുടെ വീണ്ടും ഈ സ്കൂളിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി ഒന്ന് കാണാമല്ലോ എന്നുള്ളതായ ഒരു താല്പര്യത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ രാമേന്ദ്ര മാഷും മറ്റേ ടീച്ചേഴ്സും എല്ലാം പങ്കിടുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.